നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുപോലെ നമ്മൾ അമിതമായി സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഒരു ദിവസം ശിവരാമേട്ടൻ ഇങ്ങോട്ട് കയറി വന്നാ നമ്മൾ എന്ത് ചെയ്യും? സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സമ്മതിക്കോ? താൻ എന്ത് ചോദിച്ചാലും സമ്മതിക്കില്ലല്ലേ? എന്റെ ജന്മ ഉദ്ദേശം തന്നെ. താൻ ധൈര്യമായിട്ട് ചോദിച്ചോ. അല്ലെങ്കിൽ വേണ്ട. ചോദിക്കേ. താൻ അത് ചോദിച്ചിട്ട് വേണം എനിക്ക് വേഗം സമ്മതിക്കാൻ. സച്ചേട്ടനെ കളിയാക്കുന്നൊന്നും അല്ലല്ലോ? ഏയ് അല്ലടോ. താൻ പറയും എന്താ കാര്യം? നമ്മുടെ മോളുടെ ചോറൂണെ നമുക്ക് ഗുരുവായൂർ വെച്ച് നടത്തിയാലോ? എനിക്കറിയായിരുന്നു സച്ചേട്ടന് സമയം കിട്ടാത്തോണ്ട് നടക്കില്ലെന്ന്. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സച്ചേട്ടനെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ലാന്ന് കരുതിയാൽ മതി. എടോ, തനിക്ക് വിഷമമായോ? ഇല്ല. എന്നാലേ ഞാൻ ആലോചിച്ച അതിനെപ്പറ്റി ഒന്നുമല്ല. പിന്നെ ഇത്രയും ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ താൻ ആദ്യമേ ഒന്ന് സമ്മതിക്കുമെന്നൊക്കെ ചോദിച്ചെന്ന് ഓർത്തിട്ടാ. മോൾക്ക് ചോറ് കൊടുക്കുന്നത് ഗുരുവായൂർ വെച്ച് തന്നെ. എന്താ പോരെ? താൻ പറഞ്ഞതിന് എപ്പോഴെങ്കിലും ഞാൻ നോ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ താൻ പറഞ്ഞത് മോളുടെ കാര്യം കൂടിയല്ലേ. അപ്പോ രണ്ടാമത് ഞാൻ ആലോചിക്കുകയില്ല. ഇനി എന്റെ ജീവിതം തന്നെ തനിക്കും മോൾക്കും വേണ്ടിയാ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. എന്താ പോരെ? മതി. നമ്മൾ ഇനി ജീവിക്കേണ്ടത് ഇവൾക്ക് വേണ്ടിയാ സച്ചേട്ടാ. താനെന്തേ ആലോചിക്കുന്നേ? മോളെ കുറിച്ച് തന്നെ. ഒന്നും അറിയാത്ത ഈ പ്രായത്തില് എന്തെല്ലാം അനുഭവിച്ചു പാവം. തന്റെ കയ്യിൽ കിട്ടിയതോടുകൂടി മോളുടെ ഭാഗ്യം തെളിഞ്ഞു. അത്രയും സ്നേഹിക്കുന്നൊരു അമ്മയല്ലേ അവക്ക് കിട്ടിയിരിക്കുന്നേ. അമ്മമാരുടെ സ്നേഹം തന്നെ ഒരു ഭാഗ്യ. തന്റെ കാര്യത്തിൽ വരുമ്പോ അത് ഇരട്ടി ഭാഗ്യായിരിക്കും. ഭാഗ്യം എനിക്കല്ലേ സച്ചേട്ടാ. അതുകൊണ്ടല്ലേ ഇവളെ എനിക്ക് തന്നെ കിട്ടിയത്. മോളുടെ കാര്യത്തില് അമിതമായിട്ട് സന്തോഷിക്കുന്നതിനൊപ്പം തന്നെ എനിക്ക് നല്ല പേടിയുമുണ്ട്. ഈ സന്തോഷം എന്നും കൂടെ ഉണ്ടാവണം. ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് എന്റെ പ്രാർത്ഥന. അതെങ്ങനെ നഷ്ടപ്പെടാനാ? ഇതുപോലെ നമ്മൾ അമിതമായി സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഒരു ദിവസം ശിവരാമേട്ടൻ ഇങ്ങോട്ട് കയറി വന്നാ നമ്മൾ എന്ത് ചെയ്യും? മോളെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് സച്ചേട്ടാ. അയാൾ ഇനി വരാനൊന്നും പോകുന്നില്ലടോ. ഈ കുഞ്ഞിനെ വേണ്ടാത്തോണ്ടല്ലേ തെരുവിൽ ഉപേക്ഷിച്ചു പോയത്. മോളിപ്പം നമ്മുടെ കയ്യിലുള്ളതെന്നൊന്നും അയാൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ ഭയം താൻ മറന്നേക്ക്. എന്നെങ്കിലും ഒരു ദിവസം ഈ നെല്ലിശ്ശേരി വീടിന്റെ ഗേറ്റ് തുറന്ന് ശിവരാമേട്ടൻ കയറി വരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങിപ്പോവോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. ഈ മോള് നമ്മുടെ കൂടെയുള്ള കാലം അത്രയും ആ ഭയം എന്നിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ താൻ വെറുതെ ആലോചിച്ചു കൂട്ടുന്നതാ. അങ്ങനൊന്നും സംഭവിക്കില്ല.
ഇതിപ്പോ നമ്മുടെ മോള. താൻ തന്നെ ഇവളുടെ അമ്മ, ഞാൻ അച്ഛന്. എന്നും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ശിവരാമന്റെ കുഞ്ഞിനെ അർച്ചന കൊണ്ടുവന്ന് വളർത്തുന്നതുകൊണ്ട് നിനക്കെന്താ നഷ്ടം? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ആ കുഞ്ഞെങ്ങനെ അവന്തിയേക്ക് ഭീഷണിയാവും? സത്യം എന്താണെന്ന് ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. ധനുഷും സ്നേഹം തമ്മിലുള്ള ഇപ്പോഴത്തെ ഇരിപ്പുവശം വെച്ച് ആതിരയുടെ കുഞ്ഞാണെന്ന് ധനുഷ് അറിഞ്ഞ ഇവനത് അവളോട് പറയില്ലെന്ന് എന്താ ഉറപ്പ്? അതോടെ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയാകും. അതോ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? എന്ത് രഹസ്യം? ഒന്നുമില്ല. പിന്നെന്തിനാ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത്? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? ആ കുഞ്ഞ് വന്നതോടെ എന്റെ എല്ലാ സമാധാനവും പോയി. അർച്ചനയ്ക്കിപ്പോ പുതിയൊരു ഊർജം കിട്ടിയ പോലെ. നെല്ലിശ്ശേരിയിൽ അവക്ക ഇപ്പൊ എന്നേക്കാ വലിയ സ്ഥാനം. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ധനുഷ്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ ഞാനാ. അവിടെ ആദ്യം പിച്ച വെച്ച് നടക്കേണ്ടത് എന്റെ കുഞ്ഞല്ലേ? അവന്തിക ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? വഴി ഞാൻ പറയാം. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ശിവരാമനെ കണ്ടുപിടിക്കണം. എന്നിട്ട് അയാളെ നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കറക്റ്റ്. ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചത്. എന്നിട്ട് ശിവരാമൻ തന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ ആവശ്യപ്പെടണം. ഇതാണ് എന്റെ കുഞ്ഞ്. അത് പറ്റില്ല. അതൊക്കെ കൂടുതൽ പ്രശ്നമാവും. എന്തു പ്രശ്നം? അർച്ചനയുടെ കയ്യിൽ നിന്ന് അയാൾ ആ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നതോടുകൂടി എല്ലാ പ്രശ്നവും തീരും. മൂർത്തി, എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് നീ എന്തിനാ എത്രയ്ക്ക് ദേഷ്യപ്പെടുന്നേ? സോറി, ഞാൻ ദേഷ്യപ്പെട്ടതല്ല. എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ശിവരാമന്റെ പിന്നാലെ ഒന്നും പോണ്ട. അല്ലെങ്കിൽ തന്നെ അയാൾ എവിടെ പോയി തിരയാനാ? പകരം നീ എനിക്ക് ഞാൻ പറയുന്നത് ചെയ്തു തന്നാ മതി. എന്താ, നിനക്ക് പറ്റില്ലേ? എങ്കി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.